ഹലോ, ഗുഡ് മോർണിംഗ്. ഞാൻ മിൻഡു കുര്യൻ ഫ്രം അപ്രൈറ്റ് മൈഗ്രേഷൻസ് അഡലേഡ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ റീസെൻ്റ്ലി വന്ന ഒരു ഇൻവിറ്റേഷൻ റൗണ്ട് ഉണ്ടായിരുന്നു വിക്ടോറിയയിലെ 491 വിസയ്ക്ക് വേണ്ടി. 491 ഇൻവിറ്റേഷൻ റൗണ്ട്, അതിനകത്തുള്ള ഒരു അനാലിസിസ് ആണ് നടത്തുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിനകത്ത് നോക്കാം. ഞങ്ങൾക്ക് കിട്ടിയ ഇൻവിറ്റേഷൻ്റെ ഒരു അനാലിസിസ് നടത്തിയപ്പോൾ കിട്ടിയ ഇൻഫർമേഷൻസ് ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പം ഈ പ്രാവശ്യം അധികം രജിസ്റ്റേർഡ് നേഴ്സസിനാണ് വിളിച്ചത്. അത് ഓഫ് ഷോറിലുള്ളതാണ്, ഓസ്ട്രേലിയ വെളിയിലുള്ള ആൾക്കാരെയാണ് വിളിച്ചത്. ലൊക്കേഷൻ മെയിൻലി ഓഫ് ഷോർ ആയിരുന്നു. രണ്ടാമത് ഏജ് എന്ന് പറയുന്നത് 30+ ഉള്ള ആൾക്കാരെയാണ് അധികം വിളിച്ചത്. അതിനകത്ത് പ്ലസ് അധികം പേരും 35+ ആയിരുന്നു. അതും ഭയങ്കര ഒരു നല്ലൊരു സർപ്രൈസ് ആയിട്ടുള്ള ന്യൂസ് ആയിരുന്നു. പിന്നെ ഉള്ളത് ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കിൽസ്. അത് ബേസിക്കലി നമ്മൾ ഈ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഇടണമെന്നുണ്ടെങ്കിൽ തന്നെ കോമ്പറ്റന്റ് ഇംഗ്ലീഷ് വേണമല്ലോ. അപ്പോൾ കോമ്പറ്റന്റ് ഇംഗ്ലീഷ് ഉള്ളവരുണ്ടായിരുന്നു. പിന്നെ 7 ഈച്ച്, അതായത് IELTS 7 ഈച്ചുള്ള പ്രൊഫഷണലുകാരും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വരുന്നത് പോയിന്റ്സ് നമുക്ക് കിട്ടിയ അനാലിസിസ് വെച്ച് നോക്കുമ്പോൾ 65 പോയിന്റ്, അതായത് ഇൻക്ലൂഡിങ് സ്റ്റേറ്റ് സ്പോൺസർഷിപ്പ് 15 പോയിന്റോടെ കൂട്ടിയിട്ടാണ് പറയുന്നത്. 65 തൊട്ട് ഒരു 85-90 വരെയുള്ളവർക്കുള്ള ഇൻവിറ്റേഷൻ കിട്ടിയിട്ടുണ്ട്. അതായത് ഓൺ പോയിന്റ്, നിങ്ങളുടെ ഓൺ പോയിന്റ് 50 ഉണ്ടെങ്കിൽ പോലും 15 പോയിന്റ് കിട്ടി 65 ആവുമല്ലോ. അപ്പം അങ്ങനെയുള്ളവർ ആ ബേസിക് പോയിന്റ് തൊട്ട് 90 വരെയുള്ള ആൾക്കാർ ഇതിനകത്ത് വന്നിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം അനാലിസിസ് ചെയ്തപ്പോൾ മനസ്സിലായത്, രജിസ്റ്റേർഡ് നേഴ്സസ് നമുക്ക് സ്കിൽ അസസ്മെൻറ്റ് കിട്ടുമ്പോൾ നമ്മൾ അതിനകത്തുള്ള ഒക്കുപ്പേഷൻസ് അധികവും ഈ പ്രാവശ്യം വിളിച്ചിരിക്കുന്നത് ക്രിട്ടിക്കൽ കെയറുകാരെയും പിന്നെ NEC ആൾക്കാരെയാണ് നമ്മൾ വിളിച്ചിരിക്കുന്നത്. അപ്പം ഇത്ര ഒരു ഡാറ്റ രജിസ്റ്റേർഡ് നേഴ്സസിൻ്റെ ഒരു ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഇതിൻ്റെ 491 വിസയുടെ ഇൻവിറ്റേഷൻ്റെ റീസെൻ്റ് അപ്ഡേറ്റ്സും അല്ലെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ വീഡിയോസും ഒക്കെ ഈ കമൻറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് വാച്ച് ചെയ്യാം. നന്ദി, നമസ്കാരം.